സ്ത്രീകൾ കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അവരുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഉറപ്പായും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു തുടങ്ങണം. മനസ്സ് സന്തോഷമായിരിക്കുക, ആരോഗ്യത്തോടു കൂടിയിരിക്കുക ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഒരു 20 മിനിറ്റ് തുടക്കം യോഗ ചെയ്തുകൊണ്ടാവട്ടെ. യോഗ ചെയ്യാനായി എപ്പോഴും നല്ല വായു സഞ്ചാരമുള്ള സ്വസ്ഥമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. എപ്പോഴും രാവിലെ തന്നെ യോഗ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് യോഗ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷമാണ് യോഗ അഭ്യസിക്കേണ്ടത്. അതുകൊണ്ട് എപ്പോഴും നല്ല സമയം രാവിലെ തന്നെയാണ്. പ്രഭാതത്തിൽ തന്നെ ചെയ്താൽ ആ ദിവസം തീർച്ചയായും നമുക്ക് ഊർജ്ജസ്വലതയുടെ നീങ്ങാൻ സാധിക്കും. യോഗ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ലൂസനിങ് എക്സസൈസ് ചെയ്യുക, ബ്രീതിങ് ചെയ്യുക. ഇത് ചെയ്ത ശേഷമാണ് നമ്മൾ ആസനകൾ പരിശീലിക്കുന്നത്. സാധാരണഗതിയിൽ ഒട്ടും എക്സസൈസ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ നന്നായി ഒരാഴ്ച ലൂസനിങ് എക്സസൈസ്, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ലൂസനിങ് എക്സസൈസ് മാത്രം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒരാഴ്ച ഒന്ന് ലൂസനിങ്ങും സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം ആസനകൾ ചെയ്തു തുടങ്ങുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ആസനയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ലൂസനിങ് ചെയ്തതിന് ശേഷം ബ്രീതിങ് എക്സസൈസ് ആണ് പ്രാക്ടീസ് ചെയ്യുക. ബ്രീതിങ് ചെയ്ത ശേഷമാണ് ആസനകളിലേക്ക് പോകും. ആസന 4 വിധമാണ്: ഇരുന്നുകൊണ്ട്, നിന്നുകൊണ്ട്, മലർന്ന് കിടന്നുകൊണ്ട്, കമിഴ്ന്ന് കിടന്നുകൊണ്ട്. കൂടുതൽ സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത് ഇരുന്നു കൊണ്ടുള്ള സ്ട്രെച്ചിങ് ഒക്കെ സ്ത്രീകൾക്ക് വളരെ നല്ല ആസനകളാണ്. ബട്ടർഫ്ലൈ സ്ട്രെച്ചിങ്, കാൽ ഉപ്പൂറ്റി ചേർത്ത് വെക്കുക. ഈ സ്ട്രെച്ചിങ് വളരെ നല്ല സ്ട്രെച്ചിങ് ആണ് സ്ത്രീകൾക്ക് ചെയ്യാനായിട്ട്. കംപ്ലീറ്റ്ലി ലൂസേൺ ചെയ്യുക. കാൽ പാദം ചേർത്ത് വെക്കുക. കാലിന്റെ മുട്ട് താഴ്ന്ന് വരട്ടെ. ലൂസേൺ ചെയ്യുക. നന്നായി ലൂസേൺ ചെയ്യുക. ദെൻ റിലാക്സ്. കാലുകൾ മുന്നിലേക്ക് കയറ്റി കൈകൾ സൈഡിൽ വെച്ച് ഷോൾഡർ അയച്ച്. ഏത് ആസന ചെയ്ത് കഴിഞ്ഞാൽ റിലാക്സേഷൻ പോസ്റ്റ് ഉണ്ട്. ഇരുന്നു കൊണ്ടുള്ള റിലാക്സേഷൻ ആണ്. കൈകൾ സൈഡിലേക്ക് വെച്ച് ഷോൾഡർ അയച്ചിടുക. കാലൊന്ന് സ്ട്രെച്ച് ചെയ്യാം. കാൽ വിരലുകൾ അകത്തേക്ക് സ്ട്രെച്ച് ചെയ്യുക, കാൽ പുറത്തേക്ക്. ഈ സ്ട്രെച്ചിങ് ഒരു 6 റൗണ്ട് ഈ സ്ട്രെച്ച് ചെയ്യുക. ദെൻ റിലാക്സ്. ദെൻ നമ്മൾ ഒരു സ്ട്രെച്ചിങ് കൂടി ചെയ്യാം. കൈ ഒന്ന് ബാക്കിലേക്ക് ലോക്ക് ചെയ്ത് പിടിക്കുക, കാൽമുട്ടിന്റെ. ശ്വാസം എടുത്ത് കാലുകൾ ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് തൈസ് മസിൽസ് ഒക്കെ ഒന്ന് അയഞ്ഞു വരാൻ വേണ്ടി മാത്രമാണ് ഈ സ്ട്രെച്ചിങ് ഒന്ന് ചെയ്യുക. ഒരു 6 റൗണ്ട്. ദെൻ ഇടത്തെ കാല്, റിലാക്സ്. ദെൻ ഒരു ബ്രീതിങ് നമ്മൾ ചെയ്യുകയാണ്. വജ്രാസനത്തിലിരിക്കുക. കാൽമുട്ടിൽ നിന്ന ശേഷം കാൽ ഉപ്പൂറ്റിയിലേക്ക് അമർന്നിരിക്കുക. ഈ ആസനത്തെ വജ്രാസനം എന്നാ പറയാ. മുട്ടുവേദനയുള്ളവര് ഈ ആസനം ചെയ്യരുത്. മുട്ടുവേദന ഇല്ലാത്തവർക്ക് സ്വസ്ഥമായിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബെഡിലിരുന്നും പ്രാക്ടീസ് ചെയ്യാം. ആദ്യത്തെ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴൊക്കെ നമുക്കൊരു വേദനയൊക്കെ തോന്നും. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖകരമായിട്ട് നമുക്ക് ഇതിലിരിക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും പറ്റാത്തവർ ബെഡിലിരിക്കുക. ഇല്ലെങ്കിൽ നല്ലൊരു കട്ടിയുള്ള ടവലിട്ടതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് പരിശ്രമിക്കും. തുടക്കത്തിലൊക്കെ നമുക്ക് കാലിന് വേദന ഉണ്ടാവും. പക്ഷെ ബൈ പ്രാക്ടീസ് അത് കുറഞ്ഞ് സുഖകരമായി നമുക്ക് ഇരിക്കാൻ സാധിക്കും. ശശങ്ക ശ്വസനം എന്ന് പറയാം. കൈകൾ ബാക്കിലേക്ക് ലോക്ക് ചെയ്ത് പിടിക്കുക. സ്വസ്ഥമായി നട്ടെല്ല് നിവർത്തി ഷോൾഡർ വിരിച്ച് ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടോണ്ട് എക്സ്ഹേൽ ചെയ്ത് നെറ്റി താഴെ മുട്ടട്ടെ. ശ്വാസം എടുത്ത് നിവർന്ന് വരാ. ശ്വാസം വിട്ടോണ്ട് സാവധാനം നെറ്റി താഴെ മുട്ടട്ടെ. ഇൻഹേൽ, ഓപ്പൺ അപ്പ്, ഷോൾഡർ വിരിച്ച്. എക്സ്ഹേൽ, ഇൻഹേൽ. ഈ ബ്രീതിങ് ഒരു 10 റൗണ്ട് ചെയ്യുക. ഗ്യാസ്ട്രിക് പ്രോബ്ലംസിന്, കോൺസ്റ്റിപ്പേഷന്, വയറിന്റെ ഭാഗത്തിന് നല്ല ആയാസം കിട്ടാൻ, ഇടുപ്പിന്റെ ഭാഗം, കാലിന്റെ ഭാഗമൊക്കെ നല്ല ലൂസണിങ് കിട്ടാനും സ്വസ്ഥതയ്ക്കും ഈ റാബിറ്റ് ബ്രീതിങ് വളരെ നല്ലതാണ്. ഇനി ഒരു ബ്രീതിങ്ങും കൂടി, ക്യാറ്റ് ആൻഡ് ക്യാമൽ ബ്രീതിങ്. ഹിപ്പിന്റെ നേരെ താഴെ കാൽമുട്ട് ഒരു 1/2 അടി അകഴ്ത്തി വെക്കുക. ഷോൾഡറിന് നേരെ താഴെ കൈകൾ. ക്യാറ്റ് ആൻഡ് ക്യാമൽ സ്ട്രെച്ചിങ്. ശ്വാസം എടുത്ത് നടുവ് കുഴിഞ്ഞ് ബട്ടക്സ് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് തല ഉയർത്തി നോക്ക്. ശ്വാസം വിടുമ്പോൾ സാവധാനം സ്ക്യൂസ് ചെയ്യുക. ഇൻഹേൽ, നന്നായി സ്ട്രെച്ച് ചെയ്യുക. എക്സ്ഹേൽ, ഇൻഹേൽ, നന്നായി സ്ട്രെച്ച് ചെയ്ത് എക്സ്ഹേൽ, ഇൻഹേൽ. ഈ സ്ട്രെച്ചിങ് നമ്മുടെ നട്ടലിന്റെ ആയാസനയ്ക്ക് വളരെ നല്ലതാണ്. നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും, നല്ല അലേർട്ട്നെസ് കിട്ടും. കംപ്ലീറ്റ്ലി ശരീരത്തിനും മനസ്സിനും ഊർജ്ജസ്വലതയ്ക്ക് ക്യാറ്റ് ആൻഡ് ക്യാമൽ ബ്രീതിങ്. റിലാക്സ്. ദെൻ സാവധാനം കാലുകൾ ചേർത്ത് വെച്ച് ശ്വാസം എടുത്ത്
കാലൊന്ന് സ്ട്രെച്ച് ചെയ്യുക. വലത്തെ കാല് ബോഡി വെയിറ്റ് കൈകളിലേക്ക് കൊടുക്കുക. കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഒത്തിരി പൊങ്ങി പോവരുത്, സ്പൈൻ ലെവലിൽ. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. Then exhale. വീണ്ടും ഇടത്തെ കാല് ഒന്നായി സ്ട്രെച്ച് ചെയ്യുക. ബോഡി വെയിറ്റ് കൈകളിലേക്ക് കൊടുത്ത് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. ഇരു കാലുകളും മാറി മാറി ഒരു 6 റൗണ്ട് റിലാക്സ്. ദെൻ മെല്ലെ വജ്രാസനത്തിലിരുന്ന് കൈകൾ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. നെറ്റി താഴെ മുട്ടി റിലാക്സ് ചെയ്യുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ്. സാവധാനം കിടന്നുകൊണ്ടുള്ള ആസനങ്ങളും കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനങ്ങളും പരിശീലിക്കാം. മെല്ലെ സാവധാനം കമിഴ്ന്ന് കിടക്കുക. കാലുകൾ ചേർത്ത് വെക്കുക. കൈകൾ ഷോൾഡർ ലെവലില്. ശ്വാസം എടുത്ത് ഷോൾഡർ വിരിച്ച് കഴുത്തുയർത്തി മുകളിലേക്ക് നോക്കുക. ശ്വാസം വിട്ട് മെല്ലെ മെല്ലെ താടി താഴെ മുട്ടി. കോബ്ര പോസ്. സാവധാനം ശ്വാസം എടുക്കുക. ശ്വാസം എടുത്ത് കഴുത്തുയർത്തി ഷോൾഡർ വിരിച്ച് എക്സ്ഹേൽ. ഭുജംഗാസൻ. ശ്വാസം എടുത്ത് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. ശ്വാസം വിട്ട് സാവധാനം തിരിച്ചു വരിക. ഈ ആസന നടുവുവേദനയ്ക്ക് വളരെ ഉത്തമമാണ്. ഒപ്പം വയറിന്റെ ഭാഗത്ത് നല്ല സ്ട്രെച്ചിങ് കിട്ടുന്നു. ഇന്റേണൽ ഓർഗൻസിന് വയറിനൊക്കെ വളരെ നല്ലൊരു ആസനയാണ്. ശ്വാസം എടുക്കുക. ഇൻഹേൽ. ശ്രദ്ധിക്കേണ്ടത് ഷോൾഡർ വിരിഞ്ഞു വരണം. കഴുത്ത് നല്ല വിരിച്ചു മുകളിലേക്ക് നോക്കുക. എക്സ്ഹേൽ. ഇൻഹേൽ. നന്നായി സ്ട്രെച്ച് ചെയ്യുക. എക്സ്ഹേൽ. ഈ ബ്രീതിങ് ഒരു 10 റൗണ്ട്. ദെൻ ഇത് അരയുടെ മുകളിലേക്കാണ് നമ്മൾ ഉയർന്നത്. ഇനി ബാക്കിലേക്ക് ശലഭാസനം എന്ന് പറയും. നോക്കൂ, താടി താഴെ തന്നെ. ശ്വാസം എടുത്ത് അരയുടെ താഴേക്ക് കാല് ഉയർത്തി വെക്കുക. നീട്ടി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴേക്ക്. ഇരു കാലുകളും മാറി മാറി ചെയ്യുക. കാൽമുട്ട് മടങ്ങാതെ കാല് നീട്ടി പിടിക്കുക. റിലാക്സ്. തന്നെ നൗകാസൻ. കൈ ബാക്കിലേക്ക് ലോക്ക് ചെയ്ത് പിടിക്കുക. ശ്വാസം എടുത്ത് ഷോൾഡർ ഉയർന്നു വരിക. കാല് ഉയർന്നു വരട്ടെ. സാവധാനം. തുടക്കത്തിൽ എത്ര പറ്റുന്നോ അത്രയും മാത്രം വയറിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എക്സ്ഹേൽ. ഇതും ഒരു 6 റൗണ്ട് ചെയ്ത് മകരാസനത്തിൽ കൈകളുടെ പുറത്ത് കൈകൾ തല വെച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക. സാവധാനം മാറ്റിലേക്ക് കിടക്കുക. കൈയും കാലും അയച്ച് നന്നായി ശ്വാസം എടുത്ത് വിട്ട് റിലാക്സ് ചെയ്യുക. കാൽപാദങ്ങൾ ചേർത്ത് വെക്കുക. ശ്വാസം എടുത്ത് ഇൻഹേൽ. നന്നായിട്ട് കൈകൾ സ്ട്രെച്ച് ചെയ്ത് കാലുകളും ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. എക്സ്ഹേൽ. ഈ ബ്രീതിങ് കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യാനും ബ്രീതിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും നല്ലതാണ്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുന്നിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്ത് താഴെ മുട്ടട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം എക്സേൽ ചെയ്യുക. റിലാക്സ്. ദെൻ സാവധാനം കാലുകൾ ഉയർത്തിക്കൊണ്ടുള്ള എക്സസൈസ്. ശ്വാസം എടുത്തുകൊണ്ട് മേരുദണ്ഡാസനം. കാല് 45 ഡിഗ്രി ഉയർത്തുക. നോട്ടം കാൽ വിരലിലേക്ക്. സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ താഴേക്ക്. ഇരു കാലുകളും മാറി മാറി സാവധാനം ഉയർത്തുക. നോട്ടം കാൽ വിരലിലേക്ക്. റിലാക്സ് ചെയ്ത് ചെയ്യുക. വളരെ സാവധാനം കാലുകൾ ഉയർത്തുക. മെയിൻറ്റെയിൻ ചെയ്യുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. റിലാക്സ്. ഇരു കാലുകളും മാറി മാറി ഒരു 10 റൗണ്ട്സ് ചെയ്യുക. ദെൻ സാവധാനം ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാൽ മുട്ട് മടക്കി ലോക്ക് ചെയ്ത് പിടിക്കുക. അല്പം നെഞ്ചോട് ചേർന്ന് വരട്ടെ. മെയിൻറ്റെയിൻ ചെയ്യുക. തുടക്കത്തിൽ ഇത്രയും ചെയ്താൽ മതി. പിന്നീട് മെല്ലെ തല ഉയർന്ന് കാൽമുട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. തുടക്കത്തിലൊരു മെയിൻറ്റെയിൻ ചെയ്യുക. ശ്വാസം എടുത്ത്
ശ്വാസം വിട്ട് ആ സ്ട്രെച്ചിങ് അല്പാൽപ്പം വയറിന്റെ ഭാഗത്തേക്ക് സ്ക്യൂസ് ചെയ്ത് ടൈറ്റേൺ ചെയ്ത് പിടിക്കുക. പവനമുക്താസൻ എന്നാണ് പറയുക. പവനമുക്തം, നമ്മുടെ ബോഡിയിലുള്ള വയറിന്റെ ഭാഗത്തുള്ള എക്സസ് ഗ്യാസ് ഒക്കെ പുറന്തള്ളാൻ യോഗ ആസനങ്ങൾ ചെയ്യുന്നതിന്റെ മുന്നൊരുക്കമായി ചെയ്യുന്ന ആസനമാണ് പവനമുക്താസൻ. മെയിൻറ്റേൺ ചെയ്യുക. സാവധാനം ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ്. ദെൻ ഇടത്തേക്കാൽ ശ്വാസം എടുത്ത് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് സ്ക്യൂസ് ചെയ്ത് വയറിനോട് ചേർന്ന് വരട്ടെ. മാക്സിമം ടൈറ്റ് ചെയ്യുക. മറ്റേ കാല് തറയിൽ പതിഞ്ഞ് നീണ്ടു തന്നെ ഇരിക്കണം. ആ വയറിന്റെ ഭാഗത്തെ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക, മെയിൻറ്റേൺ ചെയ്യുക. വയറിലെ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, പീരീഡ്സ് പ്രോബ്ലംസിനൊക്കെ വളരെ നല്ലൊരു ആസനാണ് പവനമുക്താസൻ. സാവധാനം ശ്വാസം എടുത്ത് കാലുകൾ ഉയർത്തുക, ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക. ഇരു കാലുകളും മാറി മാറി ഒരു 6 റൗണ്ട് ചെയ്യുക. നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക. ഒരു ആസനം കൂടി ചെയ്യാം, ബ്രിഡ്ജ് പോസ്, സേതുബന്ധാസൻ. കാലുകൾ ചേർത്ത് വെക്കുക, കാൽമുട്ട് മടക്കി കൈകൾ ഹിപ്പിലേക്ക് വെക്കുകയാണ്. കൈ ലോക്ക് ചെയ്ത് വെക്കാൻ അരയുടെ ഭാഗത്തേക്ക് കൈകൾ വെക്കുക. അരക്കെട്ട് ഉയർന്നു വരട്ടെ. അരയുടെ ഭാഗം നന്നായി ഉയർന്നു വരട്ടെ. കൈമുട്ട് അകത്തേക്ക് പോയി തലയും ഷോൾഡറും കാൽപാദവും മാത്രമാണ് താഴെ. ബ്രിഡ്ജ് പോസ്, ഒരു പാലം കണക്കെ പാലത്തിലെ തൂണ് പോലെ കൈകൾ നിൽക്കുന്നു. സേതുബന്ധാസൻ, വയറിന്റെ ഭാഗത്ത് നല്ല സ്ട്രെച്ചിങ്, ഇന്റേണൽ ഓർഗൻസിന് നല്ലൊരു മസാജിങ്. കഴുത്തിന്റെ ഭാഗത്ത് ഷോൾഡർ അയച്ചിടുക, ഒട്ടും ബലം കൊടുക്കാതെ മെയിൻറ്റേൺ ചെയ്യുക. ഈ ആസന തൈറോയിഡിനും നല്ലതാണ്. ഹോർമോൺ ഇൻബാലൻസിനൊക്കെ വളരെ നല്ലൊരു ആസനയാണ്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് മെയിൻറ്റേൺ ചെയ്യുക. ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. റിലാക്സ്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കൈയും കാലും അയച്ചിടുക. നന്നായി ശ്വാസം എടുത്ത് വിടുക. റിലാക്സ്. ഒരു സ്ട്രെച്ചിങ്, കാലുകൾ താഴേക്ക്, കൈകൾ മുകളിലേക്ക്. നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ്. ശ്വാസം വിട്ട് കൈയും കാലും അയച്ച് ഒരു 1 മിനിറ്റ് റിലാക്സ്. യോഗ ആസനങ്ങൾ പരിശീലിച്ച് റിലാക്സ് ചെയ്ത ശേഷം നമ്മൾ പ്രാണായാമ പരിശീലിക്കും. നട്ടെല്ല് നിവർത്തി ഒരു കാല് കയറ്റി വയ്ക്കുക. പത്മാസനം, ഒരു കാലെങ്കിലും കയറ്റി വെച്ച് നട്ടെല്ല് നിവർത്തി കൈകൾ ചിന്മുദ്രയിൽ റിലാക്സ് ചെയ്തിരിക്കുക. ഒരു 1 മിനിറ്റ് നന്നായി ശ്വാസം വയറിലേക്കും നെഞ്ചിലേക്കും ഷോൾഡറും വിരിഞ്ഞ് യോഗിക് ബ്രീതിങ് റിലാക്സ് ചെയ്തിരിക്കുക. ദെൻ കൈകൾ നാസിക മുദ്ര, ഇല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാലും മതി. വലത് മൂക്ക് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം ആദ്യം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. ഇടതിലൂടെ തന്നെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക. വളരെ സാവധാനം വലതിലൂടെ എക്സേൽ ചെയ്യുക. വീണ്ടും വലതിലൂടെ തന്നെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, എക്സേൽ. കണ്ടിന്യൂ ചെയ്യുക. മിനിമം ഒരു 9 റൗണ്ട് കണ്ടിന്യൂ ചെയ്യുക. എക്സേൽ ചെയ്യുമ്പോൾ ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. അനുലോമ വിലോമ പ്രാണായാമ, ശരീരത്തെ കംപ്ലീറ്റ്ലി എനർജൈസ് ചെയ്യാൻ, റിലാക്സ് ചെയ്യാൻ. കൈകൾ ചിന്മുദ്രയിൽ, നട്ടെല്ല് നിവർത്തി വീണ്ടും ഒരു 1 മിനിറ്റ് ബ്രീതിങ് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. കൈകൾ നന്നായി റബ്ബ് ചെയ്ത് ആ എനർജി കണ്ണിലേക്കും മുഖത്തേക്കും മസാജ് ചെയ്യുക. വീണ്ടും നന്നായി കൈകൾ റബ്ബ് ചെയ്യുക. ആ എനർജി കണ്ണിലേക്ക്, മുഖത്തേക്ക്, കഴുത്തിലേക്ക് നല്ലൊരു മസാജിങ് കൊടുക്കുക. മുഖം, കഴുത്ത്, ബാക്ക് നെക്ക്, ഷോൾഡർ മുതൽ കൈ വിരലുകൾ വരെ നല്ലൊരു മസാജിങ് കൊടുത്ത് സന്തോഷത്തോടെ കണ്ണുകൾ തുറക്കുക. ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ദിവസത്തിലെ ആദ്യത്തെ 20 മിനിറ്റ് നമ്മൾക്കായി മാറ്റിവെക്കുക. നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് യോഗ ചെയ്തുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കാം. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കൂ.
സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി ജീവിക്കൂ.